മീനച്ചിലാറിൻ്റെ ഉത്ഭവ സ്ഥലമാകുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ മലയായ ഇല്ലിക്കൽ കല്ലിൻ്റെ കാഴ്ചകൾ കാണാം. ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമൺ പോകുന്ന വഴിയിൽ തീക്കോയി എന്ന സ്ഥലത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുമ്പോഴാണ് ഇല്ലിക്കൽ കല്ലെന്ന അതിമനോഹരമായ ഈ മലയുടെ മുകളിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗവും പുറകുഭാഗവും ജനങ്ങളുടെ മനസ്സ് കവർന്ന രണ്ട് ഇടങ്ങളാണ്. തലനാട് നിന്ന് അകത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ ഈ പുറകു ഭാഗത്തായിട്ട് പോകാൻ സാധിക്കുന്നത്. വളരെ മനോഹരവും കണ്ണഞ്ചിപ്പിക്കുന്നതും എന്നാൽ പ്രയാസകരവുമായ ഒരു മലയാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയപ്പെടുന്നത്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നീലക്കൊടുവേലി ഇതിനു മുകളിലുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിമനോഹരമായ ഈ കുന്നിൽ ഒരുപാട് സഞ്ചാരികൾ ദിനം പ്രതി എത്തുന്നുണ്ട്. അതിമനോഹരമായ കാഴ്ചകളും വ്യൂ പോയിന്റുകളും ഒക്കെ കണ്ട് ഇല്ലിക്കൽ കല്ലിൻ്റെ പുറകുഭാഗത്തെ ദുർഘടമായ വഴികളിലൂടെ പിടിച്ച് നമ്മൾ മുന്നിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്നത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഏതാണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുന്നിൻ്റെ ഉയരത്തെപ്പറ്റി. ഇവിടെ നിന്നാൽ വാഗമണ്ണിലെ കുന്നുകളും വാഗമണ്ണിലെ ചില പ്രദേശങ്ങളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇടുങ്ങിയ വഴികളിലൂടെ ചെങ്കുത്തായ മലനിരയുടെ സൈഡിലൂടെ പിടിച്ചാണ് നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലെത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് മുന്നിലേക്ക് പോയത്. രണ്ട് ഭാഗവും കൊക്കയുള്ള എഡ്ജ് പോലുള്ള വഴികളിലൂടെയാണ് നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിമനോഹരം എന്ന് പറയുന്നതിലും അപ്പുറമാണ് ഇവിടുത്തെ കാഴ്ചകൾ. മുകളിൽ ഒരു കുരിശുമലയും ഇടയ്ക്കിടയ്ക്ക് കോടയുമൊക്കെയായി അതിമനോഹരമായ ഒരു ഇടം തന്നെയാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയപ്പെടുന്നത്. ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ മുകളിലേക്ക് കയറാൻ വലിയ പ്രയാസമുള്ള വഴികൾ തന്നെയാണ്. മഴ സമയത്ത് തീർത്തും നമ്മൾ കയറാതിരിക്കുന്നതാണ് നല്ലത്. പാറകളുള്ള വഴികളായതുകൊണ്ട് വഴുക്കൽ സാധ്യത കൂടുതലാണ്. ഏതായാലും പുറകിലത്തെ കാഴ്ച കണ്ട സ്ഥിതിക്ക് കല്ലിൻ്റെ മുൻഭാഗം കാണണമെന്ന് കൂടെ വന്നയാളുടെ ആവശ്യപ്രകാരം നമ്മൾ മുൻഭാഗം കാണാൻ കൂടെയിട്ട് പോയി. വളരെ മനോഹരവും തലയെടുപ്പോടെ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു സുന്ദരമായ കല്ല് തന്നെയാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയപ്പെടുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ നിന്നൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ അതിമനോഹരമായ ഒരിടം. അടുത്ത വീട്ടിൽ